ദിലീപ് ബാക്കി കാശ് എവിടെ വെച്ചിരിക്കുന്നത് ചേച്ചി? എന്താ സാറേ? അല്ല, കൊണ്ടുവന്ന കാശ് മുഴുവനും അവൻ ചിലവാക്കില്ലെന്ന് എനിക്കറിയാം. ഒരു സേഫ്റ്റിക്ക് കുറച്ച് കാശെങ്കിലും അവൻ ഇവിടെ വെച്ച് കാണുമല്ലോ. ചേച്ചിയോട് അവൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി, അത് ഞാനിവിടെ ഒന്ന് പറഞ്ഞു. അത് നിങ്ങൾ വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ സംഗതി ലീക്കാവും. കാര്യം ദിലീപ് മരിച്ചെങ്കിലും ഇതുണ്ടാക്കുന്ന ഡാമേജ് ചേച്ചിക്ക് അറിയാമല്ലോ. കുടുംബത്തിൻ്റെ മാനം പോവും. ഒരാൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അറിയാലോ നമ്മുടെ നാട്ടുകാരെ. എന്തായാലും അവൻ ചത്തല്ലോ, നീ കുറച്ച് നാറിക്കോട്ടല്ലേ. സാറേ ഇരിക്കും സാർ. എനിക്കൊന്ന് ശ്വാസം വിടാൻ സമയം എന്താ സാറേ? എൻ്റെ പ്രായം സാറിനറിയാലോ, എല്ലാം കൂടെ താങ്ങൂല്ല ഞാനൊന്ന് നോക്കട്ടെ സാർ. സാറ് ഇരിക്കുക. മോളെ, സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. അല്ലേ വേണ്ട, അമ്മ കൊടുത്തോളാം. സാറ് പറഞ്ഞത് ശരിയാ. കുടുംബത്തിൻ്റെ മാനം ഒരിക്കൽ പോയാൽ പിന്നെ കഴിഞ്ഞു. ചത്ത് കളഞ്ഞേക്കണം എല്ലാവരും കൂടി. ഇവരുടെ അച്ഛന് ഒരു തമിഴത്തി പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. സാറിനറിയാലോ. അനിലെപ്പോഴും പറയായിരുന്നു, അച്ഛൻ പോകും അമ്മേ, അവളുടെ കൂടെ പോകുന്ന. എനിക്കും ഇടയ്ക്ക് തോന്നിയിരുന്നത്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അയാളങ്ങനെ പോയാൽ അത് എനിക്കെന്തോ കുറവുള്ളതുകൊണ്ടാണെന്നല്ലേ നാട്ടുകാർ പറയും. പിന്നെ എന്ത് വിലയാ സാറേ ഉള്ളത്? തലപൊക്കി നടക്കാൻ പറ്റുമോ പുറത്ത്? അയാളങ്ങനെ പോയാൽ കുടിച്ച് ചാകാൻ ഞാൻ കുറച്ച് വിഷം വാങ്ങി വെച്ചിരുന്നു. ദൈവം കാത്തു, അത് വേണ്ടി വന്നില്ല. ഒരിക്കൽ മരിക്കാൻ തീരുമാനിച്ച പിന്നെ ഒരു ധൈര്യം സാറേ, എന്തും ചെയ്യാം എന്നുള്ളൊരു ധൈര്യം. ഞാൻ അവൻ്റെ അമ്മയാണ്. എനിക്ക് അവനെ കളയാൻ പറ്റൂ? അവൻ തെറ്റ് ചെയ്തു കാണും. ശിക്ഷിക്കേണ്ടത് നമ്മളല്ലല്ലോ, അത് ദൈവം ചെയ്തോളൂ. അതല്ലാതെ അവനെ തൊടാൻ ഒരാളെ സമ്മതിക്കില്ല. സാർ പൊറുക്കണം. സാറേ, മനുഷ്യ വണ്ടി ഇടണോ സാറേ? ചെടികൾ ചത്തുകൂടി. എടാ, നോക്കി നിൽക്കുന്ന വണ്ടി എടുക്കാൻ. അമ്മ, ഇതൊരു പോലീസുകാരനാ.